നീ ഇറങ്ങി പോടാ എന്റെ പാടിയിൽ നിന്ന്. ഇങ്ങനെയായിരുന്നു കലാഭവൻ മണി അനുജനായ രാമകൃഷ്ണനോട് പറഞ്ഞത്. വീടിന്റെ തൊട്ടടുത്ത പറമ്പിൽ പാടി എന്ന പേരിൽ മറ്റൊരു വീട് വെച്ച് മണി താമസം തുടങ്ങിയിട്ട് ഒരുപാട് മാസങ്ങളായി. ആദ്യമൊക്കെ കൂട്ടുകാരുമൊത്ത് സംസാരിക്കാൻ നിർമ്മിച്ച പാടി പിന്നീട് മണിക്ക് വീടായി മാറി. ആദ്യമൊക്കെ മണി ഭാര്യയെയും കുട്ടിയെയും അനുജനുമുള്ള തറവാട്ട് വീട്ടിൽ വെച്ച് മദ്യപിക്കുമായിരുന്നു. പിന്നീട് സുഹൃത്തുക്കളും അവരുടെ പരിചയക്കാരും മണിയെ തിരക്ക് വീട്ടിൽ വരികയും അവരോടൊപ്പം മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇതൊരു ശീലമായതോടെ ഭാര്യയും അനുജനും കർശനമായി ഇത് വിലക്കി. തന്റെ അതിഥികളെ പരിഹസിച്ചു എന്നുള്ള കാരണത്താൽ മണി പൂർണ്ണമായി താമസം പാടിയിലേക്ക് മാറ്റി. അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മദ്യപിക്കാനും മറ്റു കലാപരിപാടികൾ നടത്താനും അവസരമുണ്ടായിരുന്നു. തന്നെ കാണാൻ ആരു വന്നാലും മണി അവരെ പാടിയിലേക്ക് ക്ഷണിക്കുകയും അവർ കൊണ്ടുവന്ന വസ്തുക്കളും ഭക്ഷണവും സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പരിചയമില്ലാത്തവരും പരിചയമുള്ളവരും മണിയുമായി അടുത്തു. ഫ്രീ ആയി ഭക്ഷണവും മദ്യവും പണവും കിട്ടുന്നതുകൊണ്ട് കൂട്ടുകാരുടെ എണ്ണം കൂടി വന്നു. സിനിമയിൽ നിന്നും സ്റ്റേജ് പ്രോഗ്രാമിൽ നിന്നും കിട്ടുന്ന പ്രതിഫലം മണി പാടിയിൽ സൂക്ഷിക്കാൻ തുടങ്ങി. പകുതിയും കണക്കിൽപ്പെടാത്ത പൈസയായിരുന്നു. കൃത്യമായി എത്ര തുകയുണ്ടെന്ന് മണിക്ക് തന്നെ അറിയില്ലായിരുന്നു. പ്രത്യേകിച്ച് ലോക്കറോ പണം വെക്കാനുള്ള പെട്ടിയോ പാടിയിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിൽ ഇത് കൈകാര്യം ചെയ്യാം എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു. വൈകുന്നേരമായാൽ 12 ബിയർ കുപ്പി കാലിയാക്കി ബോധം കെട്ട് ഉറങ്ങലായിരുന്നു മണിയുടെ ശീലം. അതുകൊണ്ട് തന്നെ മണിക്ക് മദ്യം വാങ്ങി നൽകാൻ കൂട്ടുകാർ മുന്നിൽ നിന്നു. ഇതൊക്കെ അറിയാവുന്ന 1-2 സുഹൃത്തുക്കൾ മണിയെ ഉപദേശിക്കുകയും പിന്നീട് ഇവർ മണിക്ക് ശത്രുക്കളായി മാറുകയും ചെയ്തു. അങ്ങനെ തന്റെ ബോധം മറയുന്നത് നോക്കി നിൽക്കുന്ന കഴുകന്മാരുടെ നടുക്കായി കലാഭവൻ മണി. മണിയുടെ കൂടെ ഉണ്ടായിരുന്ന പാചകക്കാരനും സഹായിയുമൊക്കെ പുതിയ കാറ്, വീട്, സ്വർണം ഇവയൊക്കെ വാങ്ങിക്കൂട്ടി. ഇത് കണ്ട അനിയനായ രാമകൃഷ്ണനു പന്തികേട് തോന്നി. അങ്ങനെയാണ് ചേട്ടനെ വിളിക്കാൻ പാടിയിലേക്ക് എത്തിയത്. ദൂരെ നിന്നും രാമകൃഷ്ണൻ നടന്നു വരുന്നത് കണ്ട കൂട്ടുകാർ മണിയോട് അനുജന്റെ കുറ്റം മാത്രം പറഞ്ഞു. കൂട്ടുകാരിൽ നിന്നും മണിയെ തെറ്റിച്ച് ഭാര്യയുടെയും അനുജന്റെയും കീഴിൽ മണിയെ ഇടാനാണ് രാമകൃഷ്ണന്റെ ലക്ഷ്യമെന്നും അവർ മണിയോട് പറഞ്ഞുകൊണ്ടിരുന്നു. യഥാർത്ഥ ശത്രുക്കൾ തൊട്ടടുത്തുണ്ടെന്ന് മണി മനസ്സിലാക്കിയിരുന്നില്ല. രാമകൃഷ്ണൻ പാടിയിൽ വന്നപ്പോൾ മണി നടുക്കും. മറ്റുള്ളവർ ചുറ്റും കൂടിയിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ചേട്ടാ, എന്തു കോലമായത്? എത്ര നാളായി വീട്ടിലേക്ക് വന്നിട്ട്? എല്ലാവരും ചേട്ടനെ ചതിക്കും എന്ന് പറഞ്ഞതേ രാമകൃഷ്ണൻ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് മണി ചാടി എണീറ്റ് പറഞ്ഞു, നീ ഇറങ്ങി പോടാ എന്റെ പാടിയിൽ നിന്ന്. ഇത് കേട്ടതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാമകൃഷ്ണൻ നാണം കെട്ടു. അന്ന് രാത്രി പാടിയിൽ നിന്നും ഇറങ്ങിയ രാമകൃഷ്ണൻ പിന്നീട് ആ പടി ചവിട്ടിയിട്ടില്ല. ഭാര്യയ്ക്കും മക്കൾക്കും മണിയെ കാണാൻ കൊതിയായിരുന്നു. മണിക്കും കുടുംബത്തിനും ഇടയ്ക്ക് സുഹൃത്തുക്കൾ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഈ സുഹൃത്തുക്കളെ മണി കൂടെ കൂട്ടുമായിരുന്നു. ലൊക്കേഷനിൽ പോയി റൂമിൽ താമസിക്കുമ്പോഴും മദ്യപാനവും ദുശീലങ്ങളും മാത്രമായി. കാറിന്റെ പുറകിൽ ഗ്യാസ് അടുപ്പ് എപ്പോഴും ഉണ്ടായിരുന്നു. കൂടാതെ ഒട്ടനവധി മദ്യക്കുപ്പികളും. രാത്രി കൂട്ടുകാരുമൊത്ത് ഒരു മുറിയിൽ ഭക്ഷണം പാകം ചെയ്ത് മദ്യപിക്കുന്ന ശീലമായിരുന്നു മണിക്ക്. ലിവർ സിറോസിന്റെ തുടക്കത്തിൽ മണി രക്തം ഛർദ്ദിച്ചപ്പോഴും സുഹൃത്തുക്കൾ മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ കുടുംബക്കാർ ഉണ്ടായിരുന്നെങ്കിൽ മണി മദ്യം കഴിക്കുന്നതിൽ നിന്നും വിലക്കിയേനെ. മണിയുടെ ഈ അവസ്ഥ കുടുംബക്കാരെ അറിയിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പാടിയിലേക്ക് വരാൻ അവർക്ക് അനുവാദവുമില്ല. ഒടുവിൽ ബിയർ വേണമെന്ന് പറഞ്ഞ് അസ്വസ്ഥത പ്രകടിപ്പിച്ച മണിക്ക് ഉറ്റ സുഹൃത്തു കൊണ്ടുകൊടുത്ത ലായനി കുടിച്ചപ്പോഴാണ് ആശുപത്രിയിൽ പോകേണ്ടി വന്നത്. ആശുപത്രിയിലേക്ക് നടന്നു കയറിയ മണി ഒടുവിൽ മരിച്ചുവെന്ന വാർത്തയാണ് പുറം ലോകം അറിയുന്നത്. എന്ത് ലായനിയാണ് മണിക്ക് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ബിയറിനകത്ത് കൊക്കക്കോള ഒഴിച്ചു കൊടുത്തത് എന്ന് സുഹൃത്ത് പോലീസിന് മൊഴി നൽകി. ജാഫർ ഇടുക്കി, തരികിട സാബു തുടങ്ങിയവർ തലേ ദിവസത്തെ പാടിയിലെ സന്ദർശകരായിരുന്നു. അവർ മണിയെ കാണാൻ വന്ന് അവിടുന്ന് മദ്യം കഴിച്ച് അന്ന് തന്നെ പോയിരുന്നു. എന്നാൽ ജാഫറാണ് മണിക്ക് വിഷം നൽകിയതെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. തെളിവിന്റെ അഭാവത്തിൽ ഇത് തെളിയിക്കാൻ CBIക്കും പോലീസിനും കഴിഞ്ഞില്ല. മണിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയതിനു ശേഷമാണ് കുടുംബാംഗങ്ങൾ ഈ വിവരം അറിയുന്നത്. നൃത്താധ്യാപകനായ അനിയൻ രാമകൃഷ്ണൻ നൃത്തം പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ മുന്നിലൂടെയാണ് അവർ അന്ന് ആശുപത്രിയിലേക്ക് പോയത്. അപ്പോഴും അവർ കാര്യങ്ങൾ മറച്ചുവെച്ചു. അന്നേ ദിവസം സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് പാടിയും പരിസരവും വൃത്തിയാക്കി. മണിയുടെ വസ്ത്രങ്ങൾ കത്തിച്ചു. മരണശേഷം പാടിയിൽ എത്ര രൂപയുണ്ടായിരുന്നുവെന്നും മണിയുടെ സ്വത്തുവകയിലെ വരുമാനം ആരാണ് എടുക്കുന്നതെന്നും ആരും തിരക്കിയില്ല. ബിനാമി ഇടപാടുകളുള്ള മണി ഒരുപാട് സ്ഥലങ്ങളും സ്ഥാപനങ്ങളും സിനിമാ തിയേറ്ററുകളും വാങ്ങിയിരുന്നു. എന്നാൽ എവിടെയൊക്കെയാണെന്ന്, ആരുടെ പേരിലാണെന്നും ആർക്കും അറിയില്ല. അറിയുന്നവരാണെങ്കിൽ വെളിയിൽ പറയുന്നുമില്ല. മണിയുടെ മരണശേഷം വാഹനങ്ങളെല്ലാം നശിച്ച നിലയിലായിരുന്നു. കൂട്ടുകാർ എന്ന് അവകാശപ്പെടുന്നവരെ പിന്നീട് ആരും കണ്ടിട്ടില്ല. പാടിയും വാഹനങ്ങളും നാട്ടുകാരാണ് സംരക്ഷിച്ചത്. 2 കാറുകളും മണി വാങ്ങിക്കൂട്ടിയ സ്ഥലങ്ങളും ഇന്നും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ദുഃഖം സഹിക്കുന്നത് കുടുംബക്കാർ മാത്രം. ഇനി മറ്റൊരു കലാഭവൻ മണി ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ.